നമ്മുടെയൊക്കെ ജീവിതം മാറ്റാനേ നമ്മുടെ തന്നെ ഒരു നോട്ടം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരുവേ ലോ ഓഫ് അട്രാക്ഷൻ പരീക്ഷിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും റിസൾട്ട് കിട്ടാൻ താമസം എടുക്കുന്നു. എന്തുകൊണ്ടാണത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണേ നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ആ ആഗ്രഹം എത്തുന്നില്ല എന്നതാണ്. ഇന്ന് നാം പരിചയപ്പെടുന്നത് ലോകപ്രസിദ്ധമായ മിറർ ടെക്നിക്കാണ്. കണ്ണാടിയിലൂടെ നിങ്ങളുടെ ആത്മാവിനോട് തന്നെ സംസാരിക്കുന്ന ഈ രീതി എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതം മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് കണ്ണാടി നമ്മൾ ഒരാളെ നോക്കി സംസാരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും സത്യസന്ധതയൊക്കെ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഉണ്ടാകും? ശാസ്ത്രീയമായി പറഞ്ഞാലേ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി സ്വയം അഫർമേഷൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു ധാരണ മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ തന്നെ വിജയിയായി കാണാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ പ്രപഞ്ചം നമുക്ക് വിജയങ്ങൾ നൽകി തുടങ്ങും. ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നതേ അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപോ. കാരണം ഈ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിരിക്കും. പിന്നെ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു മുറി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണ് സൈലന്റ് മോഡിലാക്കി വെക്കാൻ മറക്കരുത്. ഈ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്കും പ്രപഞ്ചത്തിനും മാത്രമുള്ളതാണ്. പിന്നെ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോഴേ ആദ്യം നമ്മുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതുക്കെ ശ്വാസം എടുക്കുക, പതുക്കെ പുറത്തേക്ക് ശ്വാസം വിടുക. എന്നിട്ട് നിങ്ങളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളില്ലേ, ആ ആളെ നോക്കുന്നത് പോലെ വേണം നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സമയം ഒരുപാട് ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത് കേട്ടോ. ആ ഒരാഗ്രഹം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. അത് വളരെ കൃത്യമായിരിക്കണം. ഉദാഹരണത്തിന്, എനിക്ക് പണം വേണം എന്നല്ല, എൻ്റെ വരുമാനം ഇത്ര രൂപയായി വർദ്ധിച്ചതിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് വേണം കരുതാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൃഷ്ണമണിയിലേക്ക് തന്നെ നോക്കുക. അവിടെ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ കാണുന്നത് പോലെ തോന്നും. ആ വ്യക്തിയോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. വർത്തമാന കാലത്തിൽ വേണം സംസാരിക്കാൻ കേട്ടോ. അതായത് ആ കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. എക്സാമ്പിള്, എൻ്റെ സ്വപ്ന ജോലിയിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നു, എല്ലാവരും എൻ്റെ കഴിവിനെ അംഗീകരിക്കുന്നു, എൻ്റെ ശരീരം ഓരോ ദിവസവും കൂടുതൽ ആരോഗ്യവും ഊർജവും ഒക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്, സന്തോഷവും സമാധാനവും നൽകുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നുള്ളൂ. ഇങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കരുത്. എന്ന് വെച്ചാൽ മുഖക്കുരു, തടി, നിറം ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി നൽകും. യാന്ത്രികമായ അഫർമേഷൻ പറയരുത്. ഓരോ വാക്കിലും സന്തോഷവും വിശ്വാസവും ഒക്കെ നിറയണം. ഇത് ചെയ്തു കഴിഞ്ഞാലേ ഇത് എപ്പോഴാണ് നടക്കുക എന്നാലോചിച്ച് വിഷമിക്കരുത്. നിങ്ങൾ വിത്തിട്ട് കഴിഞ്ഞു, അത് കൃത്യസമയത്ത് മുളയ്ക്കും എന്ന് വിശ്വസിക്കുക. ഇന്നു മുതൽ 21 ദിവസം ഇത് തുടർച്ചയായി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കുമെങ്കിലേ കമന്റ് ബോക്സിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യാം.